ജാമ്യക്ക് പുതുതായി ലോ കോളേജ് അനുവദിച്ച് കിട്ടിയ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്. അതുമായി നമ്മുടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഖാഫ് തെറ്റപ്പൂർ സാദ് പറയും. ഇവിടെ സംബന്ധിച്ച ജാമിയ സെന്റർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഖാഫ് സാദ്, കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ BS അബ്ദുൽ ഫൈസി, സാദിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സെക്രട്ടറി അബ്ദുൽ ഹുസൈൻ കടവത്ത്, സാദിയ സെക്രട്ടേറിയറ്റ് അംഗം കൊല്ലംകാട് അബ്ദുൽ ഖാദർ സാദി, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുസ്തഫ മാസ്റ്റർ, വൈസ് പ്രിൻസിപ്പൽ ഷർഫുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇത് കൊടുത്ത എല്ലാവരും ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജാമിയ സാദിയ എന്ന സ്ഥാപനം 60 വർഷത്തിലേറെ സേവന രംഗത്തുള്ള മഹത്തായ സ്ഥാപനമാണ്. കലക്ടർ അബ്ദുൽ ഖാദർ സാഹിബ് എന്ന പൗരപ്രമുഖനും നൂറുൽ ഉലമ അബ്ദുൽ ഖാദർ മുസ്ലിം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വളർന്നു വികസിച്ച ഈ സ്ഥാപനത്തിലെ മത ഭൗതിക തൊഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മലയാളം സ്റ്റേറ്റ് സിലബസ്, ഇംഗ്ലീഷ് മീഡിയം CBSE, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിലവിൽ നടക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രമുഖമാണ്. അതിനൊരു തൂവലായി കേരള സർക്കാരിന്റെയും കേന്ദ്ര ബാർ കൗൺസിലിന്റെയും അംഗീകാരത്തോടെ സാദിയ ലോ കോളേജ് ആരംഭിക്കുകയാണ്. അതിന്റെ ശിലാസ്ഥാപനം പ്രൊജക്ട് ലോഞ്ചിങ്ങും വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സാദിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ അതിന്റെ തറക്കല്ലിടൽ ബഹുമാനപ്പെട്ട സാദിയയുടെ പ്രസിഡന്റ് KS ആറ്റിക്കുവറ്റങ്ങൾക്ക് മുമ്പ് അവർ നിർവഹിക്കും. പ്രൊജക്ട് ലോഞ്ചിങ് കർണാടക സ്പീക്കർ ബഹുമാനപ്പെട്ട UT ഖാദർ സാഹിബ് നിർവഹിക്കും. സാദിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ചെയർമാൻ NA മുഹമ്മദ് സാഹിബ് അധ്യക്ഷത വഹിക്കും. അതുപോലെ സാദിയ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാണിക്കുത്ത് ഉസ്താദ് അടക്കമുള്ള എല്ലാ പ്രമുഖരും അതിൽ പങ്കെടുക്കും. നിങ്ങൾക്ക് അറിയുന്നതുപോലെ ഇവിടെ നിരവധി ആളുകൾ സമ്മേളനത്തിൽ വന്നിട്ടുള്ളത് സാദിയ സ്ഥാപനം എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതൊരു പ്രൈവറ്റ് സ്ഥാപനമൊക്കെയാണ് 1-2 ആൾ മതി. ഇപ്പൊ നമ്മളെ വിവിധ രംഗത്തുള്ളവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം നിങ്ങളെ കാണാൻ എത്തിയിട്ടുള്ളത്. ഈ പുതിയ അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവവും ഭരണഘടനയുടെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനവും അതിന്റെ പ്രാക്ടീസും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ഉത്തമ ബോധ്യത്തിലാണ് ജാമിയ സാദിയ ലോ കോളേജിന് തുടക്കം കുറിക്കാൻ വേണ്ടി അതിന്റെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അധികം ദൂരെ അല്ലാതെ ഒരു ഗവൺമെന്റ് കോളേജ് വർക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അനുഭാവപൂർവ്വം സർക്കാരും കേന്ദ്ര ബാർ കൗൺസിലും അനുവദിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് സന്തോഷകരമായ സ്ഥാപനം തുടങ്ങാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിജയകരമായ നടത്തിപ്പിനും പ്രചാരത്തിനും നിങ്ങളുടെ സാന്നിധ്യവും സേവനവും ഞങ്ങൾ അതിലേക്ക് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു ലോഞ്ചിങ്ങിനും തുടർന്നുള്ള അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ.